ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മൾ ഫുട്ബോൾ ഫാമിലി 2000 സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിൽ ആയിരിക്കും എന്നുള്ള കാര്യം എല്ലാവരും അറിയിച്ചുള്ളതാണ്. അപ്പോൾ ഒരുപാട് പേര് നമ്മൾ സപ്പോർട്ട് ചെയ്ത്, നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അതേപോലെ നമ്മൾ അറിയാത്ത ഒരുപാട് പേര് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും 1000 നന്ദിയുണ്ട്. തുടർന്നും ഈ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന റയൽ മഡ്രിഡ് വിസസ് വലൻസിയ മത്സരത്തെ കുറിച്ചാണ്. വലൻസിയന്റെ ഹോം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ റയൽ മഡ്രിഡ് 2-0 വലൻസിയെ പരാജയപ്പെടുത്തിയത്. കളി ഫസ്റ്റ് ഹാഫിൽ നോക്കിക്കഴിഞ്ഞാൽ റയലിന്റെ അറ്റാക്കും വലൻസിയയുടെ ഡിഫൻസും കൂടിയിട്ട് ഇങ്ങനെ ഒരു കളിയായിരുന്നു കണ്ടത്. കിടിലൻ ചാൻസുകൾ റയൽ മഡ്രിഡ് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് മെനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വൻ മതിൽ കെട്ടിയിട്ടാണ് വലൻസിയ ഡിഫൻസ് അതിന് കാത്തു സൂക്ഷിച്ചത്. ബോളുകൾ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്, എംബാപ്പയിലേക്ക് ബോളുകൾ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിപ്പോ വാൽവർഡെ ആയിക്കോട്ടെ, ഷോമിനി ആയിക്കോട്ടെ, അതേപോലെ കരരാസ് ആയിക്കോട്ടെ, ആരാണെങ്കിലും പാസ് കൊടുക്കുന്ന എംബാപ്പയിലേക്കാണ്. എംബാപ്പ അടിക്കുന്നുണ്ട്, ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നുണ്ട്, അവരുടെ ഡിഫൻഡർമാർ സേവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ ഈ ഒരു ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടി റയൽ മഡ്രിഡ് കഠിന പരിശ്രമത്തിലായിരുന്നു. ഒരു ഗോൾ അടിക്കരുതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയിലായിരുന്നു വലൻസിയയുടെ ഹോം ഗ്രൗണ്ടിൽ, അവരുടെ സ്വന്തം ഗ്രൗണ്ടിൽ അവർ കളിച്ചുകൊണ്ടിരുന്നായിരുന്നു. നമുക്ക് കളി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കുമ്പോൾ ശരിക്കും അമ്മാതിരി ഡിഫൻസാണ് വലൻസിയ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ റയലിനെതിരെ എടുത്തിട്ടുണ്ടായിരുന്നു. ബോൾ എടുക്കാൻ, ഒരു കൗണ്ടർ കിട്ടുന്ന അവസരങ്ങൾ എടുക്കാൻ വരെ ഒരു സ്ട്രൈക്കറോ അല്ലെങ്കിൽ ഒരു മിഡ്ഫീൽഡറോ ഒരു വിങ്ങറോ ഒരാൾ പോയിട്ട് ചെയ്യുന്നില്ല. എല്ലാവരും ഇവരുടെ പോസ്റ്റിന്റെ ഫ്രണ്ടിൽ തന്നെയാണ്. ഒരു കാരണവശാലും ഒരു ഗോള് നിങ്ങളെ കൊണ്ട് അടുപ്പിക്കില്ല എന്നുള്ള ഒരു ഇതിൽ തന്നെ ഫസ്റ്റ് ഹാഫ് പോയിക്കൊണ്ടിരുന്നു. റയൽ മഡ്രിഡ് ഒരുപാട് സുവർണ്ണ അവസരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇവരുടെ ഡിഫൻസ് അമ്മാതിരി കട്ടുകട്ടിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. വലൻസിയ ഒരു കാലത്ത് ലാലീഗ് അടക്കി ഭരിച്ചിരുന്ന ഒരു ടീമാണ്. അവർ നല്ല മിനിമം ഫോമിൽ ടോപ്പ് 4 ഉണ്ടാവും. ലാലീഗ് എടുത്തിട്ടുണ്ട്, കോപ്പാട്ടലിൽ എടുത്തിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ട്രോഫികളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ അടുത്ത കുറച്ച് സീസണുകളായിട്ട് വലൻസിയന്റെ അവസ്ഥ ഭയങ്കര പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വലൻസിയ ജയിക്കുമെന്ന് കരുതി ഇരുന്ന ബാഴ്സലോണ ആരാധകർ കിടന്നുറങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും കളി സെക്കൻഡ് ഹാഫിൽ റയലിന്റെ തിരിച്ചു വരായിരുന്നു. അതിനുശേഷം വലൻസിയും നല്ലപോലെ കളിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ ആ കളിച്ചത് കളി ഫസ്റ്റ് ഹാഫിൽ കളിച്ചാണെങ്കിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടാവും. അങ്ങനെ 2-0 കരരാസിന്റെയും എംബാപ്പയുടെയും 2 ഗോളിലൂടെയാണ് റയൽ മഡ്രിഡ് ഇന്ന് വിജയിച്ച് ബാഴ്സയെ വിടാതെ പിന്തുടരുകയാണ്. ലീഗിൽ നോക്കിക്കഴിഞ്ഞാൽ 23 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 58 പോയിന്റുമായിട്ട് ബാഴ്സലോണയാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. തൊട്ട് പുറകിൽ 23 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 57 പോയിന്റുമായിട്ട് റയൽ മഡ്രിഡ് തൊട്ട് പുറകിലുണ്ട്. അപ്പോൾ ഈ സീസണിൽ ഈ കളി പോക്ക് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ഒരു ഫോട്ടോ ഫിനിഷിലേക്കാണ് വരിക. എന്ന് പറഞ്ഞാൽ ബാഴ്സയ്ക്ക് കുറച്ച് കഠിനമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അടുത്ത കോപ്പ ഡെൽ റേയിൽ അത്ലറ്റിക്കോ മഡ്രിഡായിട്ട് 2 മത്സരങ്ങൾ വരുന്നുണ്ട്. അതിനുശേഷം ലീഗിൽ ഒരു മത്സരങ്ങൾ വരുന്നുണ്ട്. മാർച്ച് ഏപ്രിലായിട്ട് ഫെബ്രുവരി മാർച്ചിലായിട്ട് തന്നെ 3 മത്സരങ്ങൾ ഒരു മാസത്തിനുള്ളിൽ 3 മത്സരങ്ങൾ ബാഴ്സയും അത്ലറ്റിക്കോ മഡ്രിഡും കൂടി വരുന്നുണ്ട്. പിന്നെ എൽ ക്ലാസിക്കോ വരുന്നുണ്ടല്ലോ മെയില്, അതും കൂടി കഴിഞ്ഞാലാണ് മിക്കവാറും ഏകദേശം അവസാന ടൈം ആകുമ്പോഴോ ഈ ടൈറ്റിൽ വിന്നർ ആരാന്ന് അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. എനിക്ക് എൽ ക്ലാസിക്കലൊക്കെ ആയിരിക്കും ചിലപ്പോൾ തീരുമാനമാവുക ആരാണ് ടൈറ്റിൽ അടിക്കുക എന്നുള്ളത്. സെക്കൻഡ് ഹാഫിൽ 65-ാം മിനിറ്റില് കരരാസിന്റെ ഒരു കിടിലൻ ഗോളിലൂടെയാണ് റയൽ മഡ്രിഡ് മുന്നിലെത്തുന്നത്. ഈ ചങ്ങായി ആകെ ലീഗിൽ 2 ഗോളേ അടിച്ചിട്ടുള്ളൂ. അത് 2 വലൻസിയക്കെതിരെയാണ്. അന്ന് ബെർണബോയിൽ വെച്ചിട്ട് ഒരു കിടിലൻ ഗോൾ അടിക്കേണ്ടായിരുന്നു. അതിനുശേഷം ഇന്നലെ അടിച്ച ഗോള് മാതിരി ഗോളാണ്. പെനാൽറ്റി ബോക്സിന്റെ പുറത്തുനിന്ന് ട്രിപ്പിൾ ചെയ്ത് ഉള്ളിലേക്ക് പെനാൽറ്റി ബോക്സിന്റെ ഉള്ളിലേക്ക് വരികയാണ്. ഞാൻ അതും എംബാപ്പ ഉണ്ടെങ്കിൽ എംബാപ്പയ്ക്ക് അതും പാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷേ എംബാപ്പ ഇല്ലാത്ത രക്ഷപ്പെട്ടു. അങ്ങനെ 6 ഡിഫൻഡർമാർ ചുറ്റും നിൽക്കുകയാണ്. ഈ ചങ്ങായി ട്രിപ്പിൾ ചെയ്ത് പോകുന്നതിന്റെ ഇടയിൽ ബോള് ഓപ്പോസിറ്റ് ഡിഫൻഡറുടെ കാലിൽ തട്ടി റിഫ്രാക്ഷൻ ആയിട്ട് തിരിച്ച് വീണ്ടും കാലിൽ കിട്ടുന്നതിന് ശേഷം വലൻസിയയുടെ ഡിഫൻഡർ ഇങ്ങനെ നിൽക്കുമ്പോൾ ആളുടെ കാലിന്റെ അടിയിലൂടെ വിടും. ഗോളി നോക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് പൊസിഷൻ ആണ്. ചങ്ങായി ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നതാണ്, ഡൈവ് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് റൈറ്റ് സൈഡിലൂടെ ഇങ്ങനെ ബോൾ ഉരുണ്ട് പോകണം. പക്ഷെ കാലുകൊണ്ട് ടച്ച് ചെയ്യാൻ നോക്കി, പക്ഷെ നടന്നില്ല. അങ്ങനെ ആദ്യ ഗോൾ വിൽക്കാണ്. ചങ്ങായി അടിച്ച 2 ഗോളുകളും വലൻസിയക്കെതിരെയാണെന്നുള്ള ആലോചിക്കണം. അങ്ങനെ ഇന്ന് മാൻ ഓഫ് ദി മാച്ച് തൂക്കിയിട്ടാണ് കരരാസ്. ഇന്ന് ഗംഭീര കളിയായിരുന്നു. ഫസ്റ്റ് ഹാഫിലൊക്കെ ഒരു വിങ്ങിലൂടെ ഇങ്ങനെ തകർത്ത ഫോമിലായിരുന്നു. അങ്ങനെ 91-ാം മിനിറ്റിൽ എംബാപ്പയിലൂടെ 2ാമത്തെ ഗോളും കൂടി അടിച്ചത്. അതും ഇബ്രാഹിം ഡിയാസിന്റെ കിഡിലൻ ഒരു ക്രോസ്, ഓഫ് സൈഡ് ബീറ്റ് ചെയ്ത് നിൽക്കായിരുന്നു എംബാപ്പെ. അത് എംബാപ്പെ ഈ സീസണിൽ 40ാമത്തെ ഗോളിലേക്ക് എത്തിയിരിക്കുകയാണ്. എംബാപ്പെ ലാലീഗിൽ 23 ഗോളുകളായിട്ടുണ്ട്. അത് ടോട്ടലായിട്ട് 39-40 ഗോളുകളായിരുന്നു ടോട്ടൽ ഓൾ കോമ്പറ്റീഷനിൽ. ലൂയിസ് ഹെൻട്രിക്ക് പണ്ട് പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നു. ഒരു ടീമിൽ ഒരു പ്ലെയർ 40 ഗോൾ അടിക്കുന്നതിനേക്കാളും ആ ടീമിലെ 4 പ്ലെയേഴ്സ് 12 ഗോൾ വെച്ച് അടിച്ചാൽ മതി എന്നാണ്. അത് എംബാപ്പയ്ക്കുള്ള ഒരു ഇതായിരുന്നു. എന്താ കാരണം ഇപ്പോൾ റയലിൽ നോക്കിക്കഴിഞ്ഞാൽ അത് അവസ്ഥ. റയലിൽ എംബാപ്പെ 40-40 ഗോളായിട്ടുണ്ട്, പക്ഷെ വേറെ ഒരു പ്ലെയറും അവരുടെ കൂടെ കളിക്കുന്ന വിനി ഉണ്ട്, റോഡ്രി ഉണ്ട്, അതേപോലെ ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്. അവരൊന്നും 10ന്റെ മുകളിലേക്ക് എത്തിയിട്ടുള്ള സ്കോർ എന്ന് ഈ സീസണിൽ നോക്കണം.
അപ്പോൾ അവിടെയാണ് ബാഴ്സലോണ വ്യത്യസ്തമായി നിൽക്കുന്നത്. ബാഴ്സലോണന്റെ ഇപ്പോൾ ലെവൻഡോസ്കി നോക്കിക്കഴിഞ്ഞാൽ, ഫെറാൻ ടോറസ് നോക്കിക്കഴിഞ്ഞാൽ, അതുപോലെ എമാൽ നോക്കിക്കഴിഞ്ഞാൽ, റഫീന നോക്കിക്കഴിഞ്ഞാൽ, ഫെർമിൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം 10+ ഗോളുകൾ അടിച്ചിട്ടുണ്ട് ഈ സീസണിൽ. അപ്പോൾ അവിടെയാണ് ഒരു ടീം വർക്കും ഒരു ഇൻഡിവിജ്വൽ വർക്കും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. അതുകൊണ്ടൊക്കെയാണ് റയൽ മാഡ്രിഡിന് സാബി അലോൺസോയ്ക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവാനുള്ള പ്രശ്നങ്ങൾ അതൊക്കെയാണ്. എന്താ പറഞ്ഞാൽ ഒരു പ്ലെയറിന് മാത്രം ഇപ്പോൾ എംബാപ്പയ്ക്ക് പരിക്ക് പറ്റി, ശരിക്കും ബുദ്ധിമുട്ടില്ല റയൽ മാഡ്രിഡ്. പരിക്കുകളൊന്നും ഇല്ലാണ്ട് സീസൺ അവസാനിക്കട്ടെ എന്നാണ്, റെക്കോർഡുകൾ ഇനി തിരുത്തട്ടെ എന്ന്. പക്ഷേ അതിന്റെ കൂടെ മറ്റുള്ള പ്ലേയേഴ്സും കൂടി ഗോൾ അടിക്കണം. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാൻ പറ്റി കളിയിൽ ഓൾമോസ്റ്റ് കിട്ടുന്ന ബോളുകളൊക്കെ എംബാപ്പയിലേക്കാണ്. എംബാപ്പനെ ബ്ലോക്ക് ചെയ്ത് തീർന്നില്ല, പക്ഷേ എന്നാലും എംബാപ്പെ ഗോൾ സ്കോർ ചെയ്യേണ്ട സമയത്ത് സ്കോർ ചെയ്യുക. അതിന് എക്സാമ്പിളാണ് ആ 91-ാം മിനിറ്റിലുള്ള ആ ഗോള്. അപ്പോൾ റയൽ മാഡ്രിഡ് ബാഴ്സലോണയ്ക്ക് പുറകിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി എൽ ക്ലാസിക്കോയും അതേപോലെ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ മത്സരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കഠിന മത്സരങ്ങൾ വരാൻ കിടക്കുന്നുണ്ട്. ഇനി ചുരുങ്ങിയ 15 മത്സരങ്ങളോടെ ഉള്ളൂ ഇനി ടൈറ്റിൽ ആരുടെ കയ്യിലാണ് ഇരിക്കുക എന്നറിയാൻ വേണ്ടിയിട്ട്. നമുക്കപ്പോൾ ഇവരുടെ സ്റ്റാറ്റ്സിലേക്ക് ഒന്ന് പോവാം. അപ്പോൾ ഇവരുടെ സ്റ്റാറ്റ്സിലേക്ക് ഒന്ന് കടന്നു കഴിഞ്ഞാൽ 9 ഷോട്ടുകളാണ് വലൻസിയ എടുത്തിട്ടുള്ളത്. അതിൽ 0 ഓൺ ടാർഗറ്റ് ആണ്, 0 ഓൺ ടാർഗറ്റ് ആണ്. ഒരു ടാർഗറ്റ് പോയിട്ടുണ്ടായിരുന്നു ഒരു 70-ാം മിനിറ്റിൽ. ഫസ്റ്റ് ഗോൾ റയൽ മാഡ്രിഡ് സ്കോർ ചെയ്ത ശേഷം ഒരു കിടിലൻ ചാൻസ് വലൻസിയ കിട്ടിയിരുന്നത്, അത് അടിച്ചു വിട്ട ബോൾ പോസ്റ്റിന്റെ സൈഡിൽ ഉരച്ചിട്ട് അങ്ങോട്ട് പോവാണ്. ആ ഒരു ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ഒരു ചാൻസ് കിട്ടിയതല്ലാതെ വലൻസിയ ഒരു ക്രിയേഷൻ ഇത് നടത്തിയിട്ടില്ല. അങ്ങനെ 0 ഓൺ ടാർഗറ്റ് ആണ്. റയൽ മാഡ്രിഡ് ആയിക്കോട്ടെ 11 ഷോട്ടുകൾ എടുത്തതിൽ 7 ഓൺ ടാർഗറ്റിലേക്ക് വന്നുള്ളതാണ്. 39% മാത്രമേ വലൻസിയക്ക് ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നുള്ളൂ. 61% ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു റയൽ മാഡ്രിഡിന്. 344 പാസുകൾ വലൻസിയ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 530 പാസുകൾ റയൽ മാഡ്രിഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പാസിംഗിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വലൻസിയ 81-ഉം 91% റയൽ മാഡ്രിഡ് ഉണ്ടായിരുന്നു. ഫൗൾസ് നോക്കുകയാണെങ്കിൽ വലൻസിയ 10-ഉം റയൽ മാഡ്രിഡ് 13 ഉണ്ടായിരുന്നു. യെല്ലോ കാർഡ് 1-ഉം 1-2 ടീമിനും കിട്ടിയിട്ടുള്ളത്. ഓഫ് സൈഡ് നോക്കുകയാണെങ്കിൽ 1-ഉം റയൽ മാഡ്രിഡ് 3 ഓഫ് സൈഡ് ഉണ്ട്. കോർണേഴ്സ് 5 വലൻസിയ വിൻ ചെയ്തപ്പോൾ ഇവിടെ 8 കോർണേഴ്സ് വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റയൽ മാഡ്രിഡ് ബാഴ്സലോണയുടെ തൊട്ട് പുറകിൽ തന്നെ ഉണ്ട്. അപ്പോൾ ലീഗ് അവസാനിക്കുന്നത് വരെ നമ്മൾ കാത്തിരുന്നേ പറ്റും. എന്താ പറഞ്ഞാൽ ഇപ്പോൾ ഒരു പോയിന്റ് ഡിഫറൻ്റ് ആണ്. ഇനി വരുന്ന മത്സരങ്ങളിൽ ചിലപ്പോൾ റയൽ മാഡ്രിഡ് മുകളിലോട്ട് പോവാം, ബാഴ്സ താഴോട്ട് വരാം. അതിന് ബാഴ്സ പോയിന്റ് ഒരുപാട് കൂട്ടിയിട്ട് മുകളിലേക്ക് പോകാനൊക്കെ ചാൻസുകളുണ്ട്. എന്താ പറഞ്ഞാൽ ഒരുപാട് മത്സരങ്ങൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ മത്സരത്തെക്കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.